നമുക്കിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച അടിപൊളിയായിട്ടൊരു മീൻകറി ഉണ്ടാക്കിയാലോ. നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ച മീൻകറി തയ്യാറാക്കിയാലോ. മസാലയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് മീതെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, ഒരു പച്ചമുളക്, ഇത്രയും നല്ലതുപോലെ ചതച്ചത് നമ്മുടെ ഈ ഒരു മീനിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലും ഒക്കെ ഇതാ മീനിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മസാല പുരട്ടുമ്പോൾ നല്ലൊരു അരോമയാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല പുരട്ടിയ കൈയെ അതിലൊന്ന് അലമ്പിയത് കൊണ്ടാണ് കേട്ടോ ആ ഒരു വെള്ളത്തിന് ചുമന്ന കളർ വന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുടപ്പുളിയാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്തു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നാളികേരം, അതായത് പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരവിയിട്ട് മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് പിഴിഞ്ഞ് കട്ടിപ്പാലെടുത്തിട്ട് വയ്ക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില വേണം. ഞാൻ മീൻകറി കാച്ചി ഒഴിക്കുന്ന സമയത്ത് ഒരല്പം ഉലുവയുടെ പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അപ്പൊ നമ്മുടെ മീൻ സെറ്റായോ നോക്കാം. നമ്മുടെ മീൻ നല്ലതുപോലെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു സമയത്തുള്ളതും, അതായത് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. തട്ക വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അതുപോലെ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കറിയിലോട്ട് ഉള്ളി മൂപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു. ഇനി പ്ലേറ്റില് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.